വിഷ്ണുവിന്റെ ഫാമിലി ഒത്തിരി പേരുണ്ടല്ലേ? എന്തായാലും പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. നാട്ടിലെ ഉത്സവത്തിലെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. ആൻഡ് അച്ഛനും അമ്മയ്ക്ക് ഇത്രയും വയസ്സുണ്ടല്ലേ? അറിഞ്ഞില്ല. ഇല്ല, എന്നാലും വയസ്സായാലും ഭയങ്കര ഗ്ലാമർ ഉണ്ട് കേട്ടോ ആന്റിക്കും അങ്കിളിനും. ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഫാമിലി മെമ്പേഴ്സിനെ വെളിച്ചപ്പാടിൽ നിന്ന് തുടങ്ങാം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമോ? ഇതെന്റെ അമ്മയുടെ കസിനാണ്. അമ്മയുടെ കസിൻ. പിന്നെ ഇത് ചിറ്റപ്പനാണ്. ചിറ്റപ്പൻ. അനിയൻ. ഓക്കെ. അച്ഛനമ്മ. അത് മനസ്സിലായി. അതും അമ്മയുടെ കസിൻ. ഓക്കെ. ഇത് എന്റെ കസിനാണ്. ഓക്കെ. പിന്നെ ഇതെന്റെ ചിറ്റ. ഇതെന്റെ ചിറ്റപ്പന്റെ മോൻ. എന്നെ കാമുകിയല്ല. ഇത് എന്റെ കസിനാണ്. പിന്നെ ഇത് ചിറ്റപ്പന്റെ മോള്. ഓക്കെ. അതും കസിനാണ്. ഓക്കെ. പിന്നെ ഇത് ചിറ്റ. അത് കസിൻ. എന്റെ അമ്മ ഇനിയും വേണ്ടോ ഇങ്ങനത്തെ വെറൈറ്റി വേറെ? എല്ലാവരെയും സ്റ്റേജിൽ കയറ്റാൻ പറ്റില്ല, പക്ഷെ എല്ലാവരും ബ്രില്യന്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തു. നിങ്ങൾ എല്ലാവരും ഈക്വലി നല്ലൊരു റോളാണ് പ്ലേ ചെയ്തത്. അപ്പൊ മോന്റെ മാർക്സിലും അത് വരണം അല്ലേ അങ്കിൾ? പെർഫോമൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. ആന്റിക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഞാനും പാട്ടല്ലായിരുന്നു, പെർഫോമൻസ് കറക്റ്റ്. എന്തായാലും എല്ലാരും ഒത്തിരി റിഹേഴ്സൽ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെയാണ് ശരിക്കും തീം സെറ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും എല്ലാരും കൂടെ ഇരുന്ന് സംസാരിച്ച് നല്ലോണം തീം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പാട്ടെങ്ങനെയാണ്? പാട്ട് അറിയില്ല. വിഷ്ണു കോൺസെൻട്രേറ്റ് ചെയ്തില്ലേ അതില്? എന്തായാലും അവര് പറഞ്ഞു തരും. ചിത്ര ചേച്ചി. വിഷ്ണുവിന്റെ അച്ഛൻ പറഞ്ഞ അവസ്ഥ തന്നെയായിരുന്നു ഞങ്ങൾക്കും. പാട്ട് ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ ഒരുപാട് സ്റ്റേജിൽ പല പല കാര്യങ്ങൾ നടന്നുകൊണ്ട് ഞങ്ങളുടെയും കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്ത് പോയി പല സ്ഥലത്തേക്കും. പക്ഷെ നല്ല തീം നല്ല രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ഭാഗം എല്ലാവരും നല്ലോണം ചെയ്തു. പാട്ടിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ശ്രുതിയുടെ പ്രശ്നങ്ങൾ മാത്രം. ഇപ്പൊ വാതിൽ പഠിക്കാൻ വിഷ്ണു കുറച്ച് ഷാർപ്പാവുന്നുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി പിന്നെ സെക്കൻഡ് ചരണത്തിന്റെ എൻഡ് നിങ്ങൾ രണ്ടുപേരും പ്രീതി ഒരു ലൈൻ പാടി. എനിക്ക് മാറിപ്പോയത്. ശരി, രണ്ട് വരിയായിട്ട് കേട്ടപ്പോ അതൊരു അതൊഴികെ എനിക്ക് ബാക്കിയൊക്കെ വളരെ നല്ല രീതിയിൽ പാടി തട്ട തോന്നി. കുഴപ്പമില്ലായിരുന്നു. താങ്ക് യു ചേച്ചി. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. കാരണം ഒരാള് പോലും അവരവരുടെ റോൾ എന്താ പറയാ ഭംഗി അവസാനം വന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫർ വരെ ഒതുങ്ങി നിൽക്കൂ. എല്ലാരും ഓക്കെ ആണോ? എല്ലാരും ഇങ്ങനെയാണോ? ഫാമിലി ഫുൾ ആർട്ടിസ്റ്റുകളാണോ? എല്ലാരും നന്നായിട്ട് ചെയ്തു. ബിക്കോസ് ഇയാള് ശരിക്കും കാമുകയാണോ പെൺകുട്ടി? അല്ല, സിസ്റ്റർ ഫാമിലിയാണ്. കാമുകിയൊക്കെ ഫോട്ടോഗ്രാഫർ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിയുടെ എൻഗേജ്മെന്റ് ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അയാളുടെ കണ്ണുണ്ടല്ലോ, അയാൾ നന്നായിട്ട് അഭിനയിച്ചു. വന്ന് നിന്നിട്ട് ഭയങ്കര കള്ള നോട്ടവും ഒക്കെ ആയിട്ട്. പിന്നെ അനീത്തിമാര് അല്ലെ, പൂക്കളം ശരിക്കും ഒരു ഓണം നമ്മള് കണ്ട പോലെ, അല്ലെങ്കിൽ ഒരു ആൽബം ഒരു ഫിലിമിൽ ഒരു സോങ് കണ്ട പോലെയൊക്കെ ഫീൽ ചെയ്തു. വെളിച്ചപ്പാട് ചേച്ചി എന്ന് പറഞ്ഞു കുറച്ച് കൂടുതലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ ഡ്രാമ ആർട്ടിസ്റ്റ് വല്ലതാണോ? സ്റ്റേജ് കണ്ടപ്പോ മറന്നുപോയി, തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, മോനാണെങ്കിലും എടുത്തിട്ട് പോകുന്നതൊക്കെ വളരെ നന്നായിരുന്നു. വളരെ ലൈവായിട്ട് എല്ലാരും ചെയ്തു. വെരി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കാർത്തിക. ശരച്ച നന്നായിരുന്നു വിഷ്ണു. താങ്ക് യു സർ. എന്താണ് പറയേണ്ട, ഒരു സിനിമയൊക്കെ കണ്ട പോലെ ഇരുന്നു മൊത്തത്തില്. കാര്യം ഇത്രയും ആളുകളൊക്കെ വരും നിൽക്കുമ്പോ തന്നെ നമുക്കൊരു അന്താളിപ്പ് വരും അല്ലേ? ഞങ്ങൾക്ക് ഇതാരാണ് ഡയറക്ട് ചെയ്തത്? ഡയറക്ട് ചെയ്തത് എന്റെ കസിൻ ശ്രീനാഥാണ്. നന്നായിട്ടുണ്ട് കേട്ടോ ഡയറക്ടർ. ഷുവറായിട്ടൊരു ഭാവിയുണ്ട്. നന്നായിട്ട് അഭിനയിക്കുക. ഇത് ശ്രീനാഥാണ് പേര്. ശ്രീനാഥിന്റെ മകളാണോ ഇത്? അതെനിക്കത് ഇഷ്ടമായി. അവിടെ എണീച്ച് നിന്നിട്ട് ഇങ്ങോട്ടൊന്നും അലമ്പാക്കാണ്ട് ഡീസന്റ് അച്ഛനായിട്ട് അവിടെ ഇരുന്ന് കൊള്ളാം. നിങ്ങൾ എല്ലാവരെയും കാണാൻ ഒരു ഐശ്വര്യമുള്ള ഫാമിലിയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. വിഷ്ണു നല്ല കുടുംബം. ഇത്രയും വലിയൊരു കുടുംബം. ഒച്ചറയല്ലേ വീട്? ഒച്ചറ. ഒരാളെ കൊണ്ടുവരാൻ വിട്ടുപോയി. ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10,000 രൂപ സമ്മാനം തരാം. ഓച്ചറ വല്യതിനാണോ ഓച്ചറ കാളയാണോ? ഒച്ചറ കാള എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നാട് മുഴുവൻ ഇവിടെ ആയ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലെ കോൾഡൻ സെന്റർ എന്നൊരു തിയേറ്റർ ഉണ്ട്. അവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാന് മോഹൻലാല് പ്രിയദർശനെല്ലാം പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാമിന് പോയപ്പോ എന്റെ കൂടെ ഡിവറ്റ് പാടാൻ പെണ്ണുങ്ങളെന്തോ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി പോയതാണ് അക്കരെ. അപ്പൊ ഡിവറ്റ് പാടാൻ വേണ്ടി നോക്കിയപ്പോ ഞാൻ ഈ പാട്ടാണ് അന്ന് ഞാൻ പാടുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ അതുണ്ടല്ലോ, അത്
കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒരു ഗായകന്റെ ബുദ്ധിമുട്ട്. പൂവേണം പൂപ്പട വേണം താനനീനെ തനനനന എന്ന് പാടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അടുത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രീതിക്ക് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത്. ഞാൻ ഇന്നലെ പ്രീതിക്ക് പാട്ട് കൊടുക്കുന്ന പഠിക്കാൻ പ്രീതി ഒരുപാട് തെറ്റിച്ചു, ഒരുപാട് കുളമാക്കി. അത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു വിഷ്ണു. അതുപോലൊരു കഷ്ടപ്പാടിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. പാർവതിയെ പാട്ട് പഠിപ്പിക്കാൻ പെട്ട പാട്. എന്റെ കൂടെ പാടാൻ നിശ്ചയിച്ചത് ഞാനും നമ്മുടെ ജയറാമിന്റെ ഭാര്യയായ പാർവതിയാണ്. അപ്പൊ ഞങ്ങള് പാട്ടൊക്കെ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു തനനനന. അപ്പൊ എന്ത് പറഞ്ഞാലും തനനനന എന്നേ വരത്തുള്ളൂ. അപ്പൊ ഒരു വിധത്തിൽ തനനന ശരിയാക്കി സ്റ്റേജിൽ കൊണ്ടുപോയപ്പോ പേടി. അവസാനം ആ പ്രോഗ്രാമിന് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഉരുകിയ ഒരു പ്രോഗ്രാം അല്ലേ. എല്ലാത്തിനും താനീനി താനനനീനി താനനനീനി ഓ, ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞു. ഇത് പാട്ട് തീരുന്നവരെ ഈ ഒരു അനുഭവം. പാർവതി ക്ഷമിക്കണം, പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആ ഓർമ്മ എനിക്ക് ഇന്ന് ഒരു ശകലം കിട്ടി നിങ്ങളുടെ രണ്ടുപേരുടെ ഇന്ന്. പിന്നെ എന്തായാലും ലാസ്റ്റില് ആ പുറകെ നിൽക്കുന്ന കണ്ണാടി ആരാണ്? അത് കുനിഞ്ഞാണ് നിന്നത്. ലാസ്റ്റില് ഫോട്ടോ എടുക്കാൻ നേരത്ത് മറ്റേ വടക്ക് നോക്കിയ യന്ത്രത്തിൽ മറ്റേ ശ്രീനിവാസൻ ചാടിയതുപോലെ ഒരു ചാട്ടം ഇങ്ങനെ മുതലാളിയുടെ മേളിൽ, അച്ഛന്റെ മേളിൽ. ആ അത് കലക്കി. എല്ലാരും കൊള്ളാം. ഇനി ഈ ഒരു ഗ്രൂപ്പ് എഫേർട്ടിന്റെ മാർക്സ് അറിയാൻ ഞാൻ ക്യൂരിയസ് ആണ്. സോ ശരത് സർ, ഔട്ട് ഓഫ് 30 23 marks. 23. ശ്രീയേട്ടാ ഒന്നുകൂടെയിലിരിക്കട്ടെ 24. 24. ചിത്ര ചേച്ചി 23. 23. And finally Karthika on 10. 9 marks. 9 on 10. വിഷ്ണുവിന്റെ ടോട്ടൽ മാർക്സ് ഫാമിലി തീം റൗണ്ടേഴ്സ് 79. 79 മാർക്സ് ആണ്. ജഡ്ജസ് നല്ല കോമൻസ് ആണ് പറഞ്ഞത്. ഇനിയും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടും സപ്പോർട്ടും പ്രാർത്ഥനയും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യേണ്ട ഫോമാറ്റ് ISS സ്പേസ് വിഷ്ണു, VISHNU.